എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33-ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഉദ്ഘാടകനാക്കിയ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനത്തിനെതിരെ എതിർപ്പ് പരസ്യമാക്കി LDF അംഗങ്ങൾ. ചുങ്കത്ര ഡയാലിസിസ് കേന്ദ്രത്തിലെ അടുത്ത ഷിഫ്റ്റിന്റെ ഉദ്ഘാടനമാണ് വിവാദത്തിന് തിരികൊളുത്തിയിട്ടുള്ളത്. പ്രതിപക്ഷമായ LDF അംഗങ്ങൾ വാർത്താസമ്മേളനം വിളിച്ച് എതിർപ്പ് പരസ്യമാക്കിയെങ്കിലും PV അൻവർ MLA-യും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ LDF അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബോർഡ് യോഗം ആരോഗ്യമന്ത്രി വീണ ജോർജ് അല്ലെങ്കിൽ സ്ഥലം MLA PV അൻവർ എന്നിവരിൽ ഒരാൾ ഉദ്ഘാടകനാകട്ടെ എന്നായിരുന്നു ആദ്യം തീരുമാനിച്ചത്. ചിലവ് കുറച്ച് ഉദ്ഘാടനം നടത്തുകയാണെങ്കിൽ ബ്ലോക്ക് പ്രസിഡന്റ് P. പുഷ്പവല്ലി ഉദ്ഘാടകയാകട്ടെ എന്നതായിരുന്നു തീരുമാനിച്ചിരുന്നുവെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നു. സംസ്ഥാനത്ത് ആദ്യമായി 2017 ജനപങ്കാളിത്തത്തോടു കൂടി നമ്മുടെ ചുങ്കത്ര CHCയിൽ ഡയാലിസിസ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അന്ന് മുഖ്യമന്ത്രിയാണ് ഈ ഡയാലിസിസ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഈ ഡയാലിസിസ് ഇതുവരെ പ്രവർത്തിച്ചു പോകുന്നത് ജനപങ്കാളിത്തത്തോടു കൂടിയും 6 പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതുവരെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മേഖലയിൽ നിലമ്പൂർ മണ്ഡലത്തിലാണ് മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കിഡ്നി പേഷ്യൻറ്റുകളുള്ളത്. ഇപ്പോൾ 91 ആളുകളെ നിലവിൽ അവിടെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. 40 ആളുകളെ കൂടി പുറത്ത് നിൽക്കുന്നുണ്ട്. അവരെ ഡയാലിസിസ് ചെയ്യുന്നതിന് സാമ്പത്തിക വിഷയം വന്നപ്പോൾ നമ്മുടെ 6 പഞ്ചായത്തിലെ പ്രസിഡന്റുമാരെയും മെമ്പർമാരെയും കുടുംബശ്രീ എല്ലാവരെയും ഉപയോഗിച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തകരെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു കളക്ഷൻ സ്വരൂപിക്കുകയും ആ കളക്ഷൻ വൻ വിജയമാവുകയും ചെയ്തു. 82 ലക്ഷം രൂപയാണ് ആ കളക്ഷനിൽ ബ്ലോക്ക് പഞ്ചായത്തിന് കിട്ടിയിട്ടുള്ളത്. ആ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഭാഗമായി കൂടിയ ഭരണസമിതി യോഗം 20-ാം തീയതി നടന്നപ്പോൾ ഇത് ബ്ലോക്ക് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാനാണ് ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനമെടുത്തിട്ടുള്ളത്. അതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഈ ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ വന്നത്. ആ ഉദ്ഘാടനം അട്ടിമറിച്ച് പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പറഞ്ഞത്. അതിന് ഭരണസമിതി തീരുമാനമോ കാര്യങ്ങളൊന്നുമില്ല, HMC തീരുമാനങ്ങളും ഒന്നും അതിനില്ല. പ്രസിഡന്റ് സ്വന്തമായി UDF-നെ കൂട്ടുപിടിച്ചുകൊണ്ട് ആണ് ആ തീരുമാനം എടുത്തിട്ടുള്ളത്. ഡയാലിസിസ് സെന്ററിന്റെ ഷിഫ്റ്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നാൽ അത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് പ്രതിഷേധം നിലനിൽക്കുമ്പോഴും ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രതിപക്ഷ അംഗങ്ങളെ നിർബന്ധമാക്കുന്നത്. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന സ്ഥലം MLA PV അൻവർ ബ്ലോക്ക് പഞ്ചായത്ത് നടപടിയിലുള്ള പ്രതിപക്ഷ അംഗങ്ങളുടെ എതിർപ്പ് വേദിയിൽ വ്യക്തമാക്കുമെന്ന സൂചനയാണ് പ്രതിപക്ഷം നൽകുന്നത്. PV അൻവർ തൊടുത്തുവിട്ട വിവാദങ്ങൾ കത്തിനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും PV അൻവർ MLA-യും ഒരേ വേദിയിൽ എത്തുന്ന ആദ്യ ചടങ്ങിന് കൂടിയാണ് ഉദ്ഘാടന വേദി സാക്ഷ്യം വഹിക്കുക. അതിനാൽ തന്നെ ഇരുവരും പ്രസംഗത്തിൽ എന്തു പറയുമെന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. എന്തായാലും ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ചുങ്കത്ര CHC സെന്ററിന്റെ അടുത്ത ഷിഫ്റ്റിന്റെ ഉദ്ഘാടനം ചർച്ചയായി മാറിക്കഴിഞ്ഞു. ഇന്ന് 12 മണിയോടെ ഉദ്ഘാടനം നടക്കും. പ്രതിപക്ഷത്തിന്റെ ആരോപണം കേവലം രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മാത്രമാണെന്നും കാര്യമായ മറുപടിയുടെ ആവശ്യമില്ലെന്നുമാണ് ഭരണപക്ഷ നിലപാട്. എ+ വിഷൻ, നിലമ്പൂർ. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.